ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യണത്. ക്ലാരിറ്റി കുറവാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എൻ്റെ ലൈഫ് ഫോണൊന്നുമില്ല. ഞാൻ രാവിലെ എണീറ്റു. അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. ഞാൻ എണീറ്റു, ആ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിന് മുമ്പേ ഞാൻ ബൈബിൾ വായിക്കും. ഇന്ന് ഒരു വാക്യം വായിച്ചിട്ടാണ് ഞാൻ അന്നത്തെ ദിവസം തുടങ്ങണം. അപ്പം ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയൊരു വാക്യം എടുത്ത് വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങണം. അതിനുശേഷം ഞാൻ കോഫി കുടിച്ചു. പിന്നെ ഞാൻ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ പല്ല് തേച്ചു. പല്ല് തേക്കാൻ വേണ്ടി ബ്രഷൊക്കെ എടുത്ത് പല്ല് തേച്ച് അങ്ങനെ എല്ലാം റെഡിയായി. അതിന് ശേഷം ഞാൻ പിന്നെ ചോറ് കഴിച്ചു. കാപ്പി കുടിച്ചില്ല. പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അങ്ങനെ ഫുൾ ക്ലീനാക്കി കഴുകി. പിന്നെ പാത്രം കഴുകിയപ്പോൾ അവിടെയൊക്കെ വൃത്തികേടായി കേട്ടോ, വെള്ളമൊക്കെ. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഫുൾ ക്ലീനാക്കി, കിച്ചണെല്ലാം ക്ലീനാക്കി. പിന്നെ ഞാൻ ഫേസ് പാക്ക് ഇട്ടു കേട്ടോ. ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം ഫേസ് പാക്ക് ഇടാറുണ്ട്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നെ ഒരു യൂട്യൂബിലിടാം. അങ്ങനെ അതിനുശേഷം ഞാൻ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി, വീട് ഫുള്ളും തൂത്ത് ക്ലീൻ ചെയ്ത് വെച്ച് കേട്ടോ. പിന്നെ ഞാൻ ഹോർലിക്സും വെള്ളവും കൂടെ കലക്കി കുടിച്ച്. അതെനിക്ക് ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ടു. അതിനുശേഷം അമ്മ ഉഴുന്നുവട വാങ്ങിച്ചുകൊണ്ട് വന്നു. അതൊക്കെ കഴിച്ച് ഞാൻ വെളിയിലൊക്കെ ഒന്ന് എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് കണ്ടു, ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം നടന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ വീട്ടിൽ കയറി. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ അമ്മ എനിക്ക് ഏത്തയ്ക്ക അവിച്ച് തന്നു, അതും കൂടെ കഴിച്ചു. പിന്നെ ഞാൻ കുളിച്ച് കേട്ടോ, കുളിച്ച് റെഡിയായി. അതിനുശേഷം ഞാൻ വെളിയിലൊക്കെ പോയി. മൂണിനെ കാണാനാണ് പോയത്, പക്ഷെ മൂണില്ലായിരുന്നു, സ്റ്റാർസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ രാത്രി ഗാർഡനൊക്കെ കൂടെ കൊന്നു അവിടെ എവിടെയും കറങ്ങി അങ്ങ് നടന്നു. പിന്നെ അതിനുശേഷം കുറച്ച് തുണി മടക്കാൻ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മടക്കി വെച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 44ാമത്തെ പേജ് എത്തി. അങ്ങനെ അത് വായിച്ചു. ഒരു ദിവസം 2, 3, 4 ഒക്കെ വായിക്കും. പിന്നെ ഞാൻ ഡയറി ചെയ്തു അത് ചെയ്തു. പിന്നെ കുടുംബ പ്രാർത്ഥന ഉണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ ഗായ്സ്.